ഒരു രൂപ സാധാരണ പലിശ നിരക്കിൽ 60 വർഷം കൊണ്ട് 9 രൂപയായി. പലിശ നിരക്ക് എത്ര? സാധാരണ പലിശ എന്ന് പറഞ്ഞിട്ട് സാധാരണ പലിശ കാണുന്നതിനുള്ള സൂത്രവാക്യം I സമം P ഇൻറ്റു N ഇൻറ്റു R. ഇതിൽ I സാധാരണ പലിശ, P നിക്ഷേപത്തുക, N എത്ര വർഷങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നു, R പലിശ നിരക്ക്. നമുക്ക് ഈ സൂത്രവാക്യത്തിൽ വില കൊടുക്കാം. ഒരു രൂപ നിക്ഷേപിച്ചിട്ട് 9 രൂപയായി എന്ന് പറഞ്ഞാൽ 9 നിന്ന് 1 കുറച്ച 8 രൂപയാണ് നമുക്ക് പലിശ കിട്ടിയിരിക്കുന്നത്. സാധാരണ പലിശ 8 രൂപ. അപ്പോൾ ഐക്ക് പകരം 8 എന്ന് എഴുതുക. സമം P നിക്ഷേപിച്ചത് 1 രൂപയാണ്. 1 ഇൻറ്റു N എത്ര വർഷം? 60 വർഷം ഇൻറ്റു R പലിശ നിരക്കാണ് കാണേണ്ടത്. അപ്പോൾ R/100 എന്നെഴുതി. ഈ സമവാക്യത്തിൽ നമുക്ക് R കാണണം. R സമം ഈ സമവാക്യത്തിൽ R കാണാൻ സമവാക്യത്തിൻ്റെ മറുഭാഗത്തുള്ള സംഖ്യ ആദ്യം എഴുതുക. എന്താണ്? 8. എന്നിട്ട് ഈ ആറിൻ്റെ കൂടെ ഛേദങ്ങളുള്ളതൊക്കെ ഇതിൻ്റെ കൂടെ അംശങ്ങളായിട്ട് എഴുതുക. അംശങ്ങളെല്ലാം ഛേദങ്ങളായിട്ട് എഴുതുക. ഇപ്പോൾ /100 എന്നുള്ളത് ഇതിൻ്റെ കൂടെ എഴുതുമ്പോൾ ഇൻറ്റു 100 എന്നാവും. ഇൻറ്റു 1 ഇൻറ്റു 60 എന്നുള്ളത് ഇട്ട് എഴുതിയാൽ മതി. 1 കൊണ്ട് ഗുണിക്കുമ്പോൾ മാറ്റില്ല. അപ്പോൾ നമുക്ക് 60 മാത്രം എഴുതിയാൽ മതി. /60. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ മതി. നമുക്കിത് 20 കൊണ്ട് പഠിച്ചെടുക്കുമ്പോൾ 5 20 100, 3 20 60. അപ്പോൾ 8 ഇൻറ്റു 5 40/3. നമുക്കിതിനെ ഹരിച്ചിട്ട് മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം, മിശ്രഭിന്നം. 40 3 13 3 39. ശിഷ്ടം 1 വരുന്നുണ്ട്. /3. പലിശ നിരക്ക് 13 1/3%.